പണം മുടക്കാതെ സോളാർ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ശ്രദ്ധിക്കുന്നത്. ഉപഭോക്താവിൻ്റെ കയ്യിൽ നിന്ന് 5 പൈസ മുടക്കാതെ സോളാർ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആർക്കും വിശ്വസിക്കാൻ പ്രയാസമാണ്. എന്നാൽ കേരളത്തിലെ 60% ആളുകളും 5 പൈസ മുടക്കാതെയാണ് സോളാർ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഇത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. സോളാർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് ലക്ഷക്കണക്കിന് രൂപ വേണ്ടി വരുന്നതിനാൽ പണം മുടക്കി സോളാർ സ്ഥാപിക്കുന്ന ആളുകൾ വളരെ കുറവാണ്. സാധാരണ ആളുകൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തുകൊണ്ട് സോളാർ ഇൻസ്റ്റാൾ ചെയ്യുന്നു. തുടർന്ന് കറണ്ട് ചാർജ്, പെട്രോൾ ചാർജ്, ഗ്യാസ് ചാർജ് ഇവയെല്ലാം EMI ആയി അടയ്ക്കുന്നു. ഇത് എത്ര വർഷം കൊണ്ട് അടഞ്ഞു തീരും എന്ന് നോക്കാം. സാധാരണ ആളുകൾ 3 കാര്യത്തിന് വേണ്ടിയാണ് സോളാർ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. പെട്രോളിന് പകരമായി, ഗ്യാസിന് പകരമായി, വൈദ്യുതിക്ക് പകരമായിട്ട്. മുൻകാലങ്ങളിൽ സാധാരണ ആളുകൾ സോളാർ സ്ഥാപിക്കുന്നത് വൈദ്യുതിക്ക് വേണ്ടിയായിരുന്നു. എന്നാൽ ഇന്ന് കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത് ഇലക്ട്രിക്കൽ വെഹിക്കിളിനും ഗ്യാസിനും വേണ്ടിയാണ് അത് ഉപയോഗിക്കുന്നത്. എന്താണ് അതിൻ്റെ കാരണം? ഇപ്പോൾ ഗ്യാസിന് വേണ്ടി ഉപയോഗിക്കുന്നെങ്കിൽ വൈദ്യുതിയേക്കാൾ ഇരട്ടി ലാഭകരമാണ്. ഇനി ഒരു 2 വീലറിന് വേണ്ടിയാണ് സോളാർ ഉപയോഗിക്കുന്നതെങ്കിൽ വൈദ്യുതിയായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ 8 ഇരട്ടി ലാഭകരമാണ്. അതുകൊണ്ടാണ് കൂടുതൽ ആളുകളും സോളാർ ഇന്ന് ഇലക്ട്രിക്കൽ വെഹിക്കിളിനും ഗ്യാസിനും വേണ്ടി ഉപയോഗിക്കുന്നത്. ഇനി എത്ര വർഷം കൊണ്ട് ഇതിൻ്റെ മുടക്കുമുതൽ തിരികെ ലഭിക്കുമെന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു 2 വീലറിന് വേണ്ടി സോളാർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ 1 കിലോവാട്ട് ഓൺ ഗ്രിഡ് സോളാർ സ്ഥാപിച്ചാൽ ഒരു മാസം 8000 രൂപ പെട്രോൾ ഇനത്തിൽ ലാഭിക്കാൻ സാധിക്കും. അതുകൊണ്ട് 2 വീലറിന് വേണ്ടി സോളാർ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഒരു വർഷം കൊണ്ട് അതിൻ്റെ മുടക്കുമുതലും പലിശയും അടഞ്ഞു തീരും. ഇനി കാറിന് വേണ്ടി സോളാർ സ്ഥാപിച്ചാലോ? 1 കിലോവാട്ട് ഓൺ ഗ്രിഡ് സോളാറിൽ നിന്നും ഒരു മാസം 6000 രൂപയുടെ പെട്രോൾ ലാഭിക്കാൻ സാധിക്കും. അതുകൊണ്ട് 2 വർഷം കൊണ്ട് ലോണിൻ്റെ മുടക്കുമുതലും പലിശയും അടഞ്ഞു തീരും. ഇനി ഗ്യാസിന് വേണ്ടി സോളാർ സ്ഥാപിക്കുകയാണെങ്കിൽ 1 കിലോവാട്ട് സോളാറിൽ നിന്നും നമുക്ക് 1500 രൂപയുടെ ഗ്യാസ് ലാഭിക്കാൻ സാധിക്കും. 5 വർഷം കൊണ്ട് ശരാശരി മുടക്കുമുതലും പലിശ അടഞ്ഞു തീരും. ഇനി വൈദ്യുതിക്ക് വേണ്ടിയാണെങ്കിലോ സോളാർ സ്ഥാപിക്കുകയാണെങ്കിൽ ശരാശരി 7 വർഷം കൊണ്ട് മുടക്കുമുതലും പലിശയും അടഞ്ഞു തരുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്ന കണക്കുകൾ ഇപ്പോഴത്തെ പെട്രോളിൻ്റെയും ഗ്യാസിൻ്റെയും വൈദ്യുതിയുടെയും വില വെച്ചുകൊണ്ടാണ് കണക്കുകൾ പറഞ്ഞിരിക്കുന്നത്. ഭാവിയിൽ ഇവയ്ക്ക് എല്ലാത്തിനും വില വർദ്ധിക്കും. അപ്പോൾ നമുക്ക് മുടക്കുമുതലും പലിശ അടഞ്ഞു തരുന്ന കാലാവധി പിന്നീട് വീണ്ടും കുറയും. ഇനി സബ്സിഡി റേറ്റ് സോളാർ സ്ഥാപിക്കുകയാണെങ്കിൽ നമ്മുടെ കാലാവധി അടഞ്ഞു തീരുന്ന കാലാവധി വീണ്ടും കുറയും. അതുകൊണ്ട് നമ്മൾ ഇന്ന് കാണുന്ന മിക്ക ആളുകളും സോളാർ വെച്ചിരിക്കുന്നത് കയ്യിൽ നിന്ന് പണം മുടക്കിയല്ല, അവർക്ക് സൗജന്യമായി സോളാർ കിട്ടുകയാണ്. അതായത് നമ്മൾ കറണ്ട് ചാർജ്, ഗ്യാസിൻ്റെ ചാർജ്, പെട്രോൾ ചാർജ് ഇനത്തിൽ ആ തുക പാഴാക്കി കളയുകയാണ്. എന്നാൽ അവർ ചെയ്യുന്നത് ഈ തുകയെല്ലാം ആസ്തിയായിട്ട് മാറ്റി സോളാർ പ്ലാന്റായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നു എന്ന് മാത്രം. ഇതുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും ബുദ്ധിമാന്മാരായ ആളുകളാണ് സോളാർ സ്ഥാപിക്കുന്നതെന്ന് പൊതുവെ പറയപ്പെടുന്നത്. കാരണം വരും കാലങ്ങളിലെ വൈദ്യുതി ചാർജ്, പെട്രോൾ ചാർജിൻ്റെ വർധനവ്, അതുപോലെ തന്നെ ഗ്യാസിൻ്റെ വില വർധനവൊന്നും അവരെ ബാധിക്കുന്നില്ല. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും സോളാർ ഇൻസ്റ്റാൾ ചെയ്യുന്നത് വളരെയധികം വർദ്ധിച്ചു. അതുകൊണ്ട് സോളാർ പാനലിന് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് 40% വില വർദ്ധിച്ചു. അതുമാത്രമല്ല, ഇനിയും ആവശ്യക്കാർ കൂടിയതുകൊണ്ട് ഇനിയും സോളാർ പാനലിൻ്റെ വില വർദ്ധിക്കും. അതുകൊണ്ട് ഏറ്റവും ബുദ്ധിപൂർവമായ തീരുമാനമെന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് സോളാർ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. തുടക്കത്തിൽ നാം കണ്ട ഫ്രീ സോളാർ ഇൻസ്റ്റലേഷൻ ബൈ ലോൺ സ്കീം എന്ന പദ്ധതി, അതായത് FSILS, അനേക രാജ്യങ്ങളിലും ഉപയോഗിക്കുന്ന പദ്ധതിയാണ്. ഈ പദ്ധതി തന്നെയാണ് ഇവിടെ കേരളത്തിലും അനേകം ആളുകൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് സോളാർ എന്ന് പറയുന്നത് പണം മുടക്കേണ്ട ആവശ്യകത വരുന്നില്ല. ലോൺ എടുത്തുകൊണ്ട് സോളാർ സ്ഥാപിക്കുക, കറണ്ട് ചാർജ്, ഗ്യാസ് ചാർജ്, പെട്രോൾ ചാർജ് EMI ആയിട്ട് അടയ്ക്കുക, സൗജന്യമായി സോളാർ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ലഭിക്കുന്നത് സോളാർ ടെക് ട്രെയിനിങ് അക്കാദമിയിൽ നിന്നാണ്. ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് സോളാർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനുള്ള പരിശീലനം കൊടുക്കുന്നു. അതുപോലെ തന്നെ പൊതുജനങ്ങൾക്ക് എനർജി എഫിഷ്യൻ്റായിട്ട് എങ്ങനെ ഉപയോഗിക്കാമെന്നുള്ളതിനുള്ള നിർദ്ദേശങ്ങളും വീഡിയോകളും കൊടുക്കുന്നു. ഇത്രയും സമയം ഈ വീഡിയോ ശ്രദ്ധിച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി പറയുന്നു.